ഇന്നത്തെ ചിന്താവിഷയം ബൈബിൾ ഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31-34. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. കർത്താവെ, തിരുവനന്ത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്ന ശിക്ഷ കർത്താവിന് ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്ന സഹായിക്കണമേ. അടി നാവിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുമാറാക്കണമേ. സകലം കർത്താവിൻ്റെ കരം താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയുടെ യാചന സദയം കേൾക്കുന്ന സകലവും മാനവും മഹത്വവും കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഊമ ഇല്ലാതെ ഏറെക്കുറെ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവ് പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പുളിച്ച മാവ് എന്ന് പറയുന്ന കർത്താവാ. ഹല്ലേലൂയ. 3 പറ മാവെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ഓരോ വ്യക്തികളുമാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴേ ഈ മനുഷ്യരിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഒന്ന് ക്രമപ്പെടൽ ലയിച്ച് ചേരേണ്ടത് ഉണ്ട്. അപ്പോൾ ഈ വ്യക്തികളെന്ന് പറയുന്നത് ലോകത്തിലാണ് കിടക്കുന്നത്. ഈ ലോകത്തിൽ ആരുടെ സാന്നിധ്യമുണ്ട്? പിശാചിന്റെ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ 3 പറ മാവെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ സ്തോത്രം പിശാചിന്റെ തന്ത്രങ്ങൾ ജയിക്കുന്നതിന് വേണ്ടി നമ്മളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ എന്താ പോംവഴി? കർത്താവാക്കുന്ന പുളിമാവിനെ എൻ്റെ ആത്മാവിലേക്ക് ചേർക്കുക. അതിനെ പുളിച്ചു വരെ 3 പറ മാവ് എന്നതിന് ഞാൻ എനിക്ക് പിതാവ് വസിക്കാനുള്ള സ്ഥലം, പുത്രൻ വസിക്കാനുള്ള പരിശുദ്ധാത്മ വസിക്കാനുള്ള ഇതിനെ ഹല്ലേലൂയ ലോകം, പാപം, പിശാച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെ ഹല്ലേലൂയ സ്തോത്രം ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവ് പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പുളിമാവ് ഹല്ലേലൂയ സ്തോത്രം 3 പറ മാവിൽ അല്ലെങ്കിൽ 1 പറ മാവിൽ ഇട്ടാൽ അത് പുളിച്ചു വരും. ഹല്ലേലൂയ. ഇവിടെ 3 പറയെന്ന് പറയുമ്പോൾ 3 ഹല്ലേലൂയ സ്തോത്രം വ്യക്തികൾ ഇവിടെ വസിക്കേണ്ടതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മ വ്യക്തികൾ ഇത് വസിക്കുന്ന സ്ഥലത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന പിശാചിനെ ഹല്ലേലൂയ സ്തോത്രം അവന് നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ടെന്ന് പറഞ്ഞു അവനെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒഴിവാക്കി കർത്താവിന് മുൻസ്ഥാനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ക്രൂശിന്റെ മറവിൽ വന്നാലേ ക്രൂശിന്റെ മറവിൽ വന്നാലേ നമുക്ക് ഈ സാക്ഷ്യം നിറവേറ്റുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി വരുമ്പോഴാ ഹല്ലേലൂയ സ്തോത്രം കർത്തൃഭയവും യഹോവ ഭയവും എന്നിൽ നിറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതായത് ക്രൂശിൽ എനിക്ക് എല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു എന്നുള്ള വിശ്വാസം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ക്രൂശിൽ എനിക്ക് എല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു. തൻ്റെ ശരീരം തകർക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാ. ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ ശരീരം തകർക്കപ്പെട്ടത് തൻ്റെ 39 ദണ്ഡനങ്ങളാൽ ശരീരം തകർക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാ. തൻ്റെ കൈകാലുകൾ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. തൻ്റെ ശരീരം 39 ദണ്ഡനത്താൽ രക്തത്താൽ സ്നാനപ്പെട്ടത് എനിക്ക് വേണ്ടിയാ. ഈ 39 ദണ്ഡനത്താൽ ശരീരം രക്തത്താൽ സ്നാനപ്പെട്ടപ്പോൾ അതിനുവേണ്ടി കർത്താവ് ഞെരുങ്ങി എങ്കിൽ നമ്മളെ ഞെരുക്കുന്ന പിശാചിനെ അഴിക്കുവാൻ കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, സ്നാനപ്പെട്ട് കഴിഞ്ഞു എന്ന് വിശ്വാസത്താൽ ഞാനെന്ന് കർത്താവിനോട് ആയത്തിൽ നമ്മളെ ഞെരുക്കുന്ന പൈശാചിക കെട്ടുകൾ അഴിഞ്ഞു മാറിയേ പറ്റൂ. തലയിൽ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം തലയിൽ കർത്താവ് മുൾമുടി ചൂടിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ അത് വിശ്വാസത്താൽ എനിക്ക് വേണ്ടി മുൾമുടി ചൂടിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആ മുൾമുടിയുടെ അഗ്രം തൻ്റെ കൃഷ്ണമണി വരെ തുളച്ചു വന്നു.
കണ്ണുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് കർത്താവ് അങ്ങനെ ബുദ്ധി കൊണ്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്തു കഴിഞ്ഞു. ഇനി കൈകൾ കൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കാലുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് കാലിൽ ക്രൂശിക്കപ്പെട്ടു, എല്ലാം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മളെ ആത്മാവ് എന്തായി തീരേണ്ടതാ? ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം എടുക്കുമ്പോഴേ ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ഒന്ന് ദരിദ്രരായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിൽ ദരിദ്രരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, എന്നിൽ സ്വാധീനം, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യരെ ജീവിക്കുന്ന വ്യക്തിയിൽ സ്വാധീനം, പിശാചിന്റെ സ്വാധീനം ഉണ്ടാകും. ആ സ്വാധീനത്തിന് ഒന്ന് ദരിദ്രനായി എൻ്റെ കർത്താവിൻ്റെ ആത്മാവിനോട് കടപിടിച്ചും കൊണ്ട് അവൻ്റെ എന്നിൽ വരണമേ എന്നുള്ള നിലവിളിയോടുകൂടി ഞാനൊന്ന് ദരിദ്രനായി തീരുമ്പോൾ എന്നിൽ പോരാടി നിൽക്കുന്ന പോരാട്ടങ്ങളെല്ലാം അഴിഞ്ഞു മാറിയേ പറ്റൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവിൽ ഞാനൊരു ദരിദ്രനായി തീരുന്നത് കർത്താവിനോളം വളരുന്ന ക്രമത്തിൽ ഞാൻ ദരിദ്രനായി തീരുമ്പോഴാ ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവിൽ ദരിദ്ര തീരുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കർത്താവ് വന്നത് കർത്താവിൽ ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗരാജ്യം കരസ്ഥമാക്കുവാൻ നമുക്ക് തരുവാൻ വേണ്ടിയാ കർത്താവ് വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനെ ഹല്ലേലൂയ, സ്തോത്രം, അല്പം പോലും സ്വാധീനം ഈ കർത്താവിൻ്റെ സ്വാധീനമില്ലാത്ത വ്യക്തികൾ ഏറെക്കുറെ ഉണ്ടാകാം. ഹല്ലേലൂയ, ചില കർത്താവിന് സ്വാധീനം ഏറെക്കുറെ ഉള്ള വ്യക്തികളും ഉണ്ടാകാം. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും പ്രിയപ്പെട്ടവർ, ഈ സ്വാധീനം പൂർണ്ണമായി കർത്താവിൻ്റെ സ്വാധീനം, കർത്താവ് തന്നിൽ വസിക്കാത്ത വ്യക്തികൾ ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് ഹല്ലേലൂയ, സ്തോത്രം, അവർ കർത്താവ് എന്ന് വിളിക്കുന്നു എങ്കിലും കർത്താവ് അടുത്തുകൂടെ, കർത്താവ് അവരുടെ സാക്ഷ്യമില്ല. ക്രൂശിന്റെ സാക്ഷ്യം കൊണ്ട് കീഴടക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് എൻ്റെ ഉള്ളിൽ വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴാദ്യ മത്തായിയുടെ സുവിശേഷം 13-ന്റെ 31-32 വാക്യങ്ങൾ എടുക്കുമ്പോൾ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോളം സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ കർത്താവിന്റെ തിരുവചനങ്ങള് എല്ലാം ഹല്ലേലൂയ, സ്തോത്രം, നമ്മളിൽ കടുകുമണിയോളമേ വിശ്വാസത്താൽ കയറിപ്പറ്റിയിട്ടുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കടുകുമണിയോളം ഈ കയറിപ്പറ്റിയ വചനമാക്കുന്ന ക്രിസ്തു ഇനി ഞാൻ വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏറ്റെടുത്തും കൊണ്ട് താനാകുന്ന വയൽ ഹല്ലേലൂയ, സ്തോത്രം, ഈ 3 പറ ഹല്ലേലൂയ മാബ് ഒന്ന് പുളിച്ചു വരുവോളം, കർത്താവിൻ്റെ കൃപ കൊണ്ട് പുളിച്ചു, കർത്താവിൻ്റെ സാമീപ്യം കൊണ്ട് പുളിച്ചു വരുവോളം അടക്കി വയ്ക്കാൻ പറഞ്ഞെടുത്ത് ഞാനാകുന്ന വയലിൽ ആരുടെ സാന്നിധ്യമുണ്ട്? പിശാചിൻ്റെ സ്വാധീനങ്ങളുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ കർത്താവിനെ കടുകുമണിയോളെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ കടുകുമണിയോളം അംഗീകരിച്ച കർത്താവിന്റെ വചനത്തിന് സ്വാധീനത്തിന് വേണ്ടി എന്നെ തന്നെ ഹല്ലേലൂയ കൊടുത്ത് കർത്താവിലേക്ക് നോക്കി ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കണ്ണുനീരോടെ കൂടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കണ്ണുനീർ ഹല്ലേലൂയ കൊണ്ട് ഈ കടുകുമണിയോളമായ വചനം വളർന്ന് പന്തലിക്കുവാൻ കർത്താവിനോട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വീഴുമ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരാജ്. ഈ ചെറിയ കടുകുമണിയായ ക്രിസ്തു ഹല്ലേലൂയ, സ്തോത്രം, കണ്ണുനീറുകൾ വീഴുമ്പോൾ ഹല്ലേലൂയ അത് പൊടിച്ച് വളർന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഈ ഹല്ലേലൂയ അതിന്റെ കൊമ്പുകൾ വിട്ടു, അതിന്റെ ശിഖരങ്ങൾ വിട്ടു ഹല്ലേലൂയ വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ ഇതെങ്ങനെയാ വളരുന്നത്? നമ്മളിൽ വളരുവാൻ കണ്ണുനീർ ആവശ്യമാണ്.
ഹല്ലേലൂയ, ക്രൂശിന്റെ മറവിൽ ഞാൻ സാക്ഷ്യത്തിനായി വരണം. ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി വരുമ്പോൾ ഞാനൊന്ന് ആത്മാവിൽ ദരിദ്രനായി തീരണം. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ആത്മാവിൽ ദരിദ്രനായി തീരുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒന്നുമില്ലേ ഇല്ലേ ഇല്ലേ എന്ന് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു ഹല്ലേലൂയ, സ്തോത്രം വരുമ്പോൾ പ്രിയപ്പെട്ട എഫേസ്യർ 1 ഹല്ലേലൂയ 4-5 വാക്യങ്ങൾ എടുക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. 4-5 എഫേസ്യർ 1:4-5. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഓ ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അവന്റെ മുമ്പിൽ ഒന്ന് നിഷ്കളങ്കനായി കൊടുക്കണം. ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി വരുമ്പോഴേ നിഷ്കളങ്കത നടക്കുകയുള്ളൂ. നിഷ്കളങ്കനും ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നിഷ്കളങ്കനും പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിഷ്കളങ്കനും വിശുദ്ധനും നിഷ്കളങ്കനും ആകേണ്ടതിന് നമ്മളെ എപ്പോഴാ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ അവന്റെ മുമ്പിൽ വിശുദ്ധനാകുവാൻ, നിഷ്കളങ്കനാകുവാൻ ക്രൂശിന്റെ മറവിൽ ഞാൻ സാക്ഷ്യത്തിനെ കർത്താവ് എനിക്കുള്ളത് ചെയ്തു കഴിഞ്ഞു. എന്നിലുള്ള ലോകം പാപം പിശാചിനെ കർത്താവ് തകർത്ത് കഴിഞ്ഞു. തന്റെ രക്തത്തിലുള്ള സ്നാനം വഴി പിശാചിന്റെ സ്വാധീനം എന്നിൽ നിന്ന് തകർന്നു പോയി എന്ന് വിശ്വസിക്കുന്നത് വഴിയാ എന്നിൽ കർത്താവിന്റെ സാന്നിധ്യം വരുന്നത്. നാം തന്റെ വിശുദ്ധരും നിഷ്കളങ്കനുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പ് നമ്മെ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുക്കേണ്ടതിന്. അപ്പം ദത്തെടുക്കുക, ഹല്ലേലൂയ, അവന്റെ ഹല്ലേലൂയ, സ്തോത്രം, ചൈതന്യം നമ്മളെ നിറയുവാൻ വേണ്ടി ദത്തെടുത്തു കഴിഞ്ഞെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാ? ഹല്ലേലൂയ, ആമേൻ. റോമർ 3-ാം 27-28 വാക്യങ്ങൾ എടുക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഇത് വിശ്വാസത്താലേ ഏറ്റെടുക്കാവൂ. ഹല്ലേലൂയ, ആമേൻ. ഏതു മാർഗത്തെ? കർമ്മമാർഗത്താലോ? അല്ലല്ല, വിശ്വാസ മാർഗത്താലേ. ഒന്ന് വായിച്ചാൽ. ആകയാൽ പ്രശംസയോടെ അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസ മാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലല്ല, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നീതി മാർഗത്താൽ അല്ല. നമ്മൾ ഏത് മാർഗത്താൽ നീതീകരിക്കപ്പെടുന്നു? ഹല്ലേലൂയ, വിശ്വാസത്തിൽ. കർത്താവ് എനിക്കുള്ളതെല്ലാം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. എന്റെ പാപങ്ങളെല്ലാം അവൻ ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്താൽ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുമ്പോഴാ, കർത്താവിനെ വിശ്വസിക്കുമ്പോഴാ പിന്നെ ഹല്ലേലൂയ, സ്തോത്രം, വേറെ പൈശാചിന്റെ സ്വാധീനങ്ങളിൽ നിന്ന് വിട്ടുമാറുമ്പോഴാ ഹല്ലേലൂയ ഞാൻ നിലവിളിച്ചു കരഞ്ഞു, കർത്താവേ, കടുകുമണിയോളം കർത്താവിനെ ഞാൻ അംഗീകരിച്ചിട്ടുള്ളൂ എന്നുള്ള യാചനയോട് നമ്മൾ നിലവിളിച്ചു കരഞ്ഞു. കണ്ണുനീരിൽ ആ കടുകുമണിയിൽ വീഴുമ്പോൾ അത് പൊട്ടി കിളർക്കും, പൊട്ടി ശിഖരങ്ങൾ പുറപ്പെടും. അതിൽ പുറപ്പെടുമ്പോൾ ആര് വരും? പറവകൾ വരും. പറവകൾ പരിശുദ്ധാത്മാവ് വരുമ്പോഴാ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ആദര സാന്നിധ്യമായി, പിതാവിൻ്റെ സാന്നിധ്യമായി, പുത്രന്റെ സാന്നിധ്യമായി, പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇത് എങ്ങനെയാ? 3 പറ മാവ് പൊളിച്ചു വരുവോളമാ അടക്കി വെച്ചത്. അപ്പോൾ അടക്കി വെച്ച് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പൂർണ്ണമായി എന്നിൽ വളർന്ന് പന്തലിച്ചു വരുമ്പോഴാ ഹല്ലേലൂയ പിന്നെ വേറെ ഈ പിതാവ് വസിക്കുന്ന സ്ഥലത്ത് ഒരു പൈശാചിക പോരാട്ടം വസിക്കയില്ല. കാരണം ക്രൂശിലാ ഞാൻ വിശ്വസിച്ച കർത്താവ് ക്രൂശിലുള്ളതാ എനിക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ നീതീകരണം എൻ്റെ ദേഹം, ദേഹി, ആത്മാവിൽ, ശരീരത്തിലെല്ലാം വ്യാപരിച്ചത്. ഏതു മാർഗത്തിൽ? അല്ലല്ല, കർമ്മ മാർഗത്തിൽ അല്ലല്ല, വിശ്വാസ മാർഗത്താൽ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മനുഷ്യർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ നീതി കർത്താവ് എന്നിൽ വസിക്കുവാൻ ഹല്ലേലൂയ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ ആരുടെ സാന്നിധ്യം? 3 പറ മാവ് പൊളിച്ചു അടക്കി വെച്ചു എന്ന് പറയുമ്പോൾ
ക്രൂശിൽ കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞെന്ന് വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ഹല്ലേലൂയ ദേഹം, ദേഹി, ആത്മാവ് ഹല്ലേലൂയ ആര് വസിക്കേണ്ടത്? പിതാവ്, പുത്ര, പരിശുദ്ധാത്മ വസിക്കേണ്ട ആ ഇടത്തിൽ ഹല്ലേലൂയ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് പൂർണ്ണമായി കീഴടക്കപ്പെട്ടു കഴിഞ്ഞു. അത് ക്രൂശിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അതാകുന്നത്. അപ്പോൾ ഹല്ലേലൂയ നമ്മൾ ആക്കുന്ന വ്യക്തി ആരാ? ഒരു തുള്ളി വ്യക്തി, ഒരു തുള്ളിയാണ്. അപ്പോൾ കർത്താവ് ആക്കുന്നത് കടല. ഹല്ലേലൂയ ഈ കടലിൽ ഞാനാക്കുന്ന വ്യക്തി, ഈ തുള്ളി, ഈ കടലിലുള്ളത് ആരാ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. അത് ഹല്ലേലൂയ കർത്താവ് ആ ഒരു ക്രമമുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ കർത്താവിനെ വിശ്വസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു കടുകുമണിയായ ആ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഹല്ലേലൂയ സ്തോത്രം പൊടിച്ചു വളർന്ന് ശിഖരങ്ങൾ വീശുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വന്ന് വാസം ചെയ്യും. അപ്പോഴും നമ്മൾ ഞാനാക്കുന്ന വ്യക്തി എങ്ങനെയാ? ഒരു തുള്ളി. ഞാനാക്കുന്ന വ്യക്തി മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം ഒരു തുള്ളിയ പിതാവായ ദൈവത്തിനും പുത്രനെ ക്രിസ്തുവാക്കുന്ന പരിശുദ്ധാത്മ സാഗരത്തിൽ ലയിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മളാക്കുന്ന വ്യക്തി ആരോട് ചേർക്കപ്പെട്ട് കഴിഞ്ഞു? കർത്താവിനോട് സാഹരമാക്കുന്ന പരിശുദ്ധാത്മാവിടെ സാഗരമാണ് പുത്രന കർത്താവിനോട് അവകാശമായി നമുക്ക് കിട്ടും. അപ്പൊ തുള്ളിയും സാഗരവും ഒരേ ക്രമത്തിൽ ആയിത്തീർന്നു. അപ്പോൾ ഇത് ഹല്ലേലൂയ നിലനിർത്തുന്നത് എങ്ങനെയാ? നാം എഫേസ്യർ 1:4 നാം തന്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിൽ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് വഴിയാ. ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പിന്നെ വേറൊരു സ്വാധീനം ഉണ്ടാകുന്നില്ല. അപ്പൊ ഞാനാക്കുന്ന വ്യക്തി ഒരു തുള്ളി. ഹല്ലേലൂയ ലോകം. അപ്പോൾ ഈ സമുദ്രമാകുന്ന ക്രിസ്തുവും ഹല്ലേലൂയ സ്തോത്രം അതും ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒരു സമുദ്രം പോലെ അതിലുള്ളതും ജലമാ ഈ ഒരു വ്യക്തിയിൽ. അപ്പം ഒരു വ്യക്തിയിൽ എന്തുണ്ട് എന്ന് പിതാവും പുത്ര പരിശുദ്ധാത്മ വരുമ്പോൾ നമ്മൾ ഈ സാഗരമാക്കുന്ന കർത്താവിലേക്ക് ലയിച്ചു ചേരും. ആ വ്യക്തിയെ തോൽപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ ആര് വിചാരിച്ചാൽ നടക്കില്ല. അവരാ കർത്താവിൻ്റെ വരവെങ്കിൽ പോകപ്പെടുന്നത്. ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി വരുമ്പോൾ ആദ്യ മാതാപിതാവുക്കൾ ചെയ്ത തെറ്റ് ആ കർത്താവിൻ്റെ പുണ്യാഹ രക്തം എന്നിലേക്ക് ഒഴുകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പ്രിയപ്പെട്ട വിശ്വാസത്താൽ ഞാൻ ഒഴുകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ ഹല്ലേലൂയ നിലയങ്കി വെള്ള നിലയങ്കിയായിത്തീരുന്നു. ഈ എൻ്റെ ശരീരം നേരത്തെ എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ സ്തോത്രം. ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ കാരണം എൻ്റെ ഹല്ലേലൂയ വസ്ത്രം, ആത്മീയ വസ്ത്രം കര പുരണ്ടതായിരുന്നു. അതിനെ ഈ പുണ്യാഹ രക്തം വിശ്വാസത്തിൽ ഏറ്റെടുത്തത് വഴി കരഞ്ഞത് മതി. നമ്മൾ ഏറെ കഷ്ടത്തിലായിരുന്നപ്പോൾ നിലവിളിച്ചത് വഴി എൻ്റെ നിലയങ്കി വെള്ള നിലയങ്കി ആയിത്തീർന്നു. അവർക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിൻ്റെ എടുക്കപ്പെടുന്നത്. അതിൽ പ്രിയപ്പെട്ടവർ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് ക്രൂശിന്റെ മറൽ സാക്ഷ്യത്തിനായി നിന്ന് ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആ പാപം വഴി വന്നുപോയ കറ പുരണ്ട തുണിയെ കഴുകി വെള്ള നിലയങ്കിയാക്കേണ്ട ജോലി നമ്മളെ ജോലിയാണ്. ഹല്ലേലൂയ. അതിനാൽ ആ കർത്താവിലേക്ക് നോക്കുന്നവർ പ്രകാശകരായി. ക്രൂശിന്റെ മറവിൽ നോക്കുന്നവർ പ്രകാശകരാണ്. ഞാനാക്കുന്ന വ്യക്തി ഒരു തുള്ളി. കടലാക്കുന്ന ക്രിസ്തു പരിശുദ്ധാത്മ പിതാവ് ഇതിലേക്ക് ലയിക്കുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് അവൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കണം. ഈ തിരുവചനത്തിൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഈ തിരുവചനം കേട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണമേ, ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം കൊടുക്കണമേ. ആത്മീയ മുന്നേറ്റം ഈ വചനം അവരെ ജനത്തിൽ പൊളിച്ചവരെ സഹായിക്കണമേ. ഇത് കേട്ടവർ പരസ്പരം ഷെയർ ചെയ്യുവാൻ സഹായിക്കണമേ. സകലം കർത്താവിൻ്റെ കരങ്ങൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദയം കേൾക്കണം. സകലവും മാനവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കുന്നതാണ്.